ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പെന്നാൽ എല്ലാ കാലത്തും രക്ഷിക്കപ്പെടുന്ന സകല മനുഷ്യരുടെയും ഭൂതകാല നിത്യതയിൽ തന്നെ ദൈവം അവരെ തെരഞ്ഞെടുത്തതാകുന്നു എന്നത്രേ. തെരഞ്ഞെടുപ്പ് നിരുപാധികമാകുന്നു, വ്യവസ്ഥയൊന്നുമില്ലാതെ ആകുന്നു. കാരണം ദൈവത്തെ കൂടാതെയുള്ള യാതൊന്നും അതിന് കാരണമല്ല. നമ്മുടെ സൽപ്രവൃത്തികളോ നല്ല ആഗ്രഹങ്ങളോ അതൊന്നും അതിന് കാരണമല്ല. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് മനുഷ്യൻ ആത്മീയമായി മരിച്ച അവസ്ഥയിലാകുന്നു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ അവസ്ഥയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ആത്മീയ ഉണർച്ചയ്ക്ക് മനുഷ്യൻ അപര്യാപ്തനാകുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയൊക്കെ അസ്ഥാനത്താണ്. ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തെ അനുസരിക്കുവാനോ ഏതെങ്കിലും വിധത്തിൽ പ്രസാദിപ്പിക്കുവാനോ മനുഷ്യന് സ്വതവേ കഴിയില്ല. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരുവൻ്റെ മനസ്സിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നത്രേ. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒരുവൻ്റെ ആത്മരക്ഷയ്ക്കായി അവന് സ്വയം ചിന്തിക്കുവാൻ പോലും പ്രാപ്തിയില്ല എന്നത്രേ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് മനുഷ്യൻ്റെ ആത്മരക്ഷ തികച്ചും ദൈവത്തിൻ്റെ പ്രവർത്തനമാകുന്നു എന്നത്രേ. ഇത് ബൈബിൾ ആവർത്തിച്ചു പറയുന്നു. ആത്മരക്ഷയ്ക്കായി ദൈവം ആരെയെങ്കിലും നിരുപാധികം തിരഞ്ഞെടുത്തു എന്നാൽ പിന്നെ മനുഷ്യന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലേ എന്നതാണ് പലരുടെയും സംശയം. ദൈവത്തെ വ്യക്തിപരമായി അറിഞ്ഞതിന് ശേഷവും പാപത്തിൽ തുടരുവാൻ ഒരുവൻ തീരുമാനിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആ തീരുമാനമെടുക്കുന്നവരുടേത് മാത്രമായിരിക്കും. ആയതിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ അവർക്ക് കഴിയില്ല. ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പോലും മനുഷ്യൻ്റെ ഉത്തരവാദിത്വം പ്രകടമാകുന്നുണ്ട്. കരുണ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാണ്. വേണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. ചുരുക്കത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹമുള്ളതിനാൽ അവരെ രക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്തുകൊണ്ട് ദൈവം അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ തീരുമാനം എന്ന് മാത്രമേ പറയുവാൻ സാധിക്കൂ. അല്ലാതെ എന്ത് പറയാൻ സാധിക്കും? ഓർക്കുക, ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ഒന്നും തന്നെ ഒന്നിനോട് എതിരായി വരികയില്ല. പലരുടെയും സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നില്ല എന്നതിനാലാണ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ സംശയിക്കുന്നത്. ദൈവവചനം വിശ്വസിക്കുക മാത്രമാണ് അതിനുള്ള പരിഹാരം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ആ അനുഗ്രഹീത പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് 17-ാം അധ്യായത്തിലാകുന്നു. ഇത് വായിക്കുവാൻ 3 മിനിറ്റിൽ താഴെ മാത്രമേ സമയമെടുക്കൂ എങ്കിലും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിലേക്കും ദീർഘമായ പ്രാർത്ഥന ഇതാണ്. മാളികമുറിയിലെ പ്രഭാഷണം ഒരു മല കയറുന്നത് പോലെ ആകുന്നു. 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന അതിൻ്റെ ഉയർന്ന കൊടുമുടിയാകുന്നു എന്നോർക്കണം. ഇവിടെ നമ്മെ സംബന്ധിച്ചും പിതാവായ ദൈവത്തെ സംബന്ധിച്ചും യേശു തൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നു. ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ള യേശുവിൻ്റെ മഹാപുരോഹിത മധ്യസ്ഥ പ്രാർത്ഥനയാകുന്നു. പിതാവും പുത്രനും തമ്മിലുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെ വെളിപ്പാട് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നു. കർത്താവിൻ്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു. ഏകാന്തമായ സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്, തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായി പലവട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ ശ്രേഷ്ഠനായ മധ്യസ്ഥനാകുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ തന്നെ കർത്താവ് എപ്പോഴും പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകുന്നുണ്ട്. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന മറുപടി ആയിരിക്കില്ല എപ്പോഴും അവിടുന്ന് നൽകുന്നത് എന്ന് മാത്രം. കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതിൽ തെറ്റൊന്നുമില്ല. പ്രാർത്ഥിക്കുവാനായി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുന്നതിന് മുൻപ് ഒരു സ്വയപരിശോധന ചെയ്യേണ്ടത് അനിവാര്യമാണ്.
സ്വർഗവുമായി നാം പൊരുത്തപ്പെടേണ്ടതുണ്ട്. അതിനായിട്ടാണ് നാം നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമുക്ക് തുടർന്ന് പഠിക്കാം. 17-ാം അധ്യായം തുടർന്ന് പഠിക്കാം. പതിനേഴാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. യേശു ഇത് സംസാരിച്ചു. യേശു എന്താണ് സംസാരിച്ചത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 13, 14, 15, 16 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് ഇവിടെ ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവൻ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത് മതിയാക്കിയിട്ട് പിതാവിനോട് സംസാരിക്കുന്നു. യേശു പിതാവിനോടാണ് ഈ അധ്യായത്തിൽ സംസാരിക്കുന്നതെങ്കിലും അവരുടെയും നമ്മുടെയും പ്രയോജനത്തിന് വേണ്ടിയാണ് യേശു പിതാവിനോട് സംസാരിക്കുന്നത്. അവിടുന്ന് ഇന്ന് നമ്മുടെ വലിയ മധ്യസ്ഥനാണ്. അവിടുന്ന് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നാം അത്ഭുതപ്പെട്ടേക്കാം. അതെ, ഇവിടെ അത് നാം കാണുന്നു. ഇതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന. അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചതായ പ്രാർത്ഥന. ഗിരിപ്രഭാഷണത്തിലെ പ്രാർത്ഥന വാസ്തവത്തിൽ കർത്താവിൻ്റെ പ്രാർത്ഥനയല്ല കേട്ടോ. അത് അവൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് യേശു പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ സകല വിശ്വാസികളെയും ഉദ്ദേശിച്ചാണ് അവൻ അപ്രകാരം പറഞ്ഞത്. എങ്കിലും യേശു ദൈവത്തെ വേറെ രീതിയിൽ പിതാവ് എന്ന് വിളിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം യേശു മറിയോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. യോഹന്നാൻ 20:17. ഞാൻ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും ജനനത്താൽ അവൻ നമ്മുടെ പിതാവാണ്. അതെ, എൻ്റെ പിതാവ് എന്ന് യേശു പറഞ്ഞിരിക്കുന്നത് യേശുവിന് തൃത്വത്തിലുള്ള പദവി മൂലമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നുള്ളത് ഒരിക്കലും കർത്താവിൻ്റെ പ്രാർത്ഥനയായിരിക്കില്ല. അവൻ പാപം ചെയ്തിട്ടില്ല. അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ എനിക്കും നിങ്ങൾക്കും ഇവിടെ യോഹന്നാൻ 17-ാം അധ്യായത്തിലെ പ്രാർത്ഥന പ്രാർത്ഥിപ്പാൻ കഴിയുകയില്ല. ഇത് യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. നമ്മുടെ കർത്താവ് നടന്നു പോകുമ്പോൾ ആണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്ന് തോന്നുന്നു. യേശു സ്വർഗത്തിലേക്ക് നോക്കി, അതായത് അവൻ്റെ കണ്ണുകൾ തുറന്നിരുന്നു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. നമുക്കും കണ്ണുകൾ അടയ്ക്കാതെ തല കുനിക്കാതെ തന്നെ പ്രാർത്ഥിക്കുവാൻ കഴിയും. നാം പ്രവൃത്തിയെടുക്കുമ്പോഴും നടക്കുമ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും എല്ലാം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഇനി കർത്താവിൻ്റെ പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിക്കാം. പിതാവേ, നാഴിക വന്നിരിക്കുന്നു എന്ന് പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തിനുള്ള നാഴികയാണ് വന്നിരിക്കുന്നത്? നിത്യതയിൽ നിയമിച്ചു വച്ചിരിക്കുന്ന സമയം. അവൻ ലോകസ്ഥാപനത്തിനു മുൻപ് അറുക്കപ്പെട്ട കുഞ്ഞാടായതിനാൽ അവൻ സംസാരിക്കുന്ന സമയത്ത് അതിനുള്ള സമയം വന്നിരിക്കുകയാണ്. അത് മുന്നമേ ക്രമീകരിച്ചതാണ്. കാനാവിലെ കല്യാണത്തിൽ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവൾക്ക് കൊടുത്ത മറുപടി ഇതായിരുന്നു, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിലെന്താ? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ നാഴിക വന്നിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് അവൻ മറുവില കൊടുക്കുന്നതായ സമയം വന്നിരിക്കുന്നു. അതെ, എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി വീണ്ടെടുപ്പിനു വേണ്ടി അവൻ മരിക്കുന്നതായ സമയം. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ദൈവസ്നേഹം വെളിപ്പെടുത്തുന്നത് കാണുന്ന സമയം ആണത്. എന്നാൽ മരണത്തോടുകൂടെ അത് അവസാനിക്കുകയില്ല. അതിനുശേഷം പുനരുത്ഥാനവുമുണ്ട്. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് വായിക്കുന്നു. നാഴിക വന്നിരിക്കുന്നു, ദൈവം സ്നേഹിക്കുന്ന ഒരു പിതാവാകുന്നു എന്നും അവൻ ലോകത്തെ അധികമായി സ്നേഹിച്ചതിനാൽ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എന്ന കാര്യം ക്രിസ്തുവിൻ്റെ മരണം വെളിപ്പെടുത്തുന്നു. തുടർന്ന് പുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും, സ്വർഗത്തിലേക്ക് കയറിപ്പോവുകയും അവന് സകല നാമത്തിനും മേലായ നാമം നൽകുകയും സകല മുഴങ്കാലും അവൻ്റെ മുമ്പിൽ മടങ്ങുകയും ചെയ്യും എന്ന് നാം വായിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് ഇവിടെ കാണുന്നതല്ലേ. 2-ാം വാക്യത്തിൽ, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. യേശുവിന് സകല ജഡത്തിന്മേലും അധികാരമുണ്ട്. ഈ നാം കാണുന്ന, നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്മേൽ, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ വ്യക്തിയെയും തൻ്റെ മുമ്പിൽ തലകുനിപ്പിക്കുവാൻ അവന് കഴിയും. അവൻ അപ്രകാരം ചെയ്യുന്നില്ലെങ്കിലും
അവന് സകല ജഡത്തിന്മേലും അധികാരമുണ്ട്. ക്രിസ്തുവിന് ദൈവത്തിൽ നിന്നുള്ള സ്നേഹോപഹാരമാണ് സഭ. അതുകൊണ്ട് നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കുന്നു എന്ന് പറയുന്നു. 3-ാം വാക്യം, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നിത്യജീവനെക്കുറിച്ചുള്ള നിർവചനം നമുക്കിവിടെ ലഭിക്കുന്നു. നിത്യജീവൻ എന്നത് യേശുക്രിസ്തുവിനെയും ഏക സത്യ ദൈവത്തെയും അറിയുന്നതാണ്. താങ്കൾക്ക് സത്യദൈവത്തെയും യേശുക്രിസ്തുവിനെയും അറിയണമെന്ന താല്പര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ്. അതെ, ദൈവവിളി കേൾക്കുകയും അതിന് തങ്ങളുടെ ഹൃദയത്തിൽ പ്രതികരണം ഉളവാക്കുകയും ചെയ്യുന്നവർക്ക് അവൻ നിത്യജീവനെ കൊടുക്കുന്നു. അവർ തങ്ങളുടെ സ്വന്തമായ തീരുമാനത്തിലാണ് ക്രിസ്തുവിലേക്ക് വരുന്നത്. അറിയുന്നത് എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിൽ നിങ്ങൾക്കുള്ള അറിവിൻ്റെ അളവല്ല, ഏത് വിധത്തിലുള്ള അറിവാകുന്നു എന്നതത്രേ പ്രധാനപ്പെട്ട കാര്യം. താങ്കൾ ആരെ അറിയുന്നു എന്നതാണ് കാര്യം. താങ്കൾ യേശുക്രിസ്തുവിനെ അറിയുന്നുണ്ടോ? അതുപോലെ തന്നെ താങ്കൾക്കുള്ള വിശ്വാസത്തിൻ്റെ അളവല്ല, താങ്കൾക്ക് എപ്രകാരമുള്ള വിശ്വാസമുണ്ട് എന്നതാണ് പ്രധാനം. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് താങ്കൾക്ക് നിത്യജീവൻ ആവശ്യം. ഏകസത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. വിശ്വാസം കേൾവിയാൽ, അതായത് ദൈവവചന കേൾവിയാൽ വരുന്നു. ദൈവവചനം എന്താണ് പറയുന്നത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് സുവിശേഷം. അവ വസ്തുതകളാണ്. വസ്തുതകൾ നാം അറിയുന്നതും ആ അറിവിനോട് ഉള്ള നമ്മുടെ പ്രതികരണവും ആകുന്നു വിശ്വാസം. നമ്മുടെ സ്വന്തം രക്ഷിതാവായി ക്രിസ്തുവിൽ ആശ്രയിക്കുന്നതാണ് വിശ്വാസം. ദൈവത്തെ അറിയുന്നതും യേശുക്രിസ്തുവിനെ അറിയുന്നതുമാണ് നിത്യജീവൻ. രക്ഷിതാവ് എന്ന നിലയിൽ അവൻ്റെ പേരാണ് യേശു. ക്രിസ്തു എന്നത് അവൻ്റെ സ്ഥാനപ്പേരാണ്. മശിഹ ഇസ്രായേലിൻ്റെ രാജാവ്. അവനെ അറിയുക എന്നാൽ കൃപയാലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്താലും വളരുക എന്നാണ് അർത്ഥം. നാം കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുമ്പോൾ നമുക്ക് യഥാർത്ഥമായ നിർണയം ഉണ്ടാകും. രക്ഷയുടെ ഉറപ്പില്ലാത്ത ഏതൊരു വ്യക്തിയും ഒന്നുകിൽ രക്ഷിക്കപ്പെടാത്തവനോ അല്ലാത്ത പക്ഷം ക്രിസ്തുവിൽ ശിശുവോ ആയിരിക്കും. തങ്ങൾ രക്ഷിക്കപ്പെട്ടവർ എന്ന അറിവിൻ്റെ സ്ഥാനത്തേക്ക് അവർ നടത്തപ്പെടേണ്ടതാണ്. ഏകസത്യ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അതുകൊണ്ടാണ് ദൈവവചന പഠനം ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്നത്. അനേകർക്ക് തങ്ങൾ രക്ഷിക്കപ്പെട്ടവരോ അല്ലയോ എന്ന അറിവോ നിർണയമോ ഇല്ല എന്നതത്രേ വാസ്തവം. ദൈവവചനത്തെ പഠിക്കാത്തതാണ് അതിന് കാരണം. 4-ാം വാക്യത്തിൽ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. കർത്താവായ യേശു തൻ്റെ അവസാന റിപ്പോർട്ട് പിതാവിന് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവൻ അപ്പോൾ ക്രൂശ് മരണം സഹിച്ചിരുന്നില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഭാവികാലം ഭൂതകാലത്തെ പോലെ തന്നെ കൃത്യമായും ശരി തന്നെയുമാണ്. നമ്മുടെ കർത്താവായ യേശു മരിക്കുവാനായി ക്രൂശിലേക്ക് നീങ്ങുകയാണ്. പിന്നീട് അവൻ ഉയർത്തെഴുന്നേൽക്കും. ക്രൂശിൽ വെച്ച് നിവൃത്തിയായി എന്ന് അവൻ പറഞ്ഞു. നമ്മുടെ വീണ്ടെടുപ്പ് നിവൃത്തിയായി എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനാവശ്യമായിരുന്നതെല്ലാം അവൻ ചെയ്തു തീർത്തു. അവൻ ചെയ്തു തീർത്ത പ്രവൃത്തികളോടുകൂടെ നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാൻ സാധ്യമല്ല സുഹൃത്തെ. ആയതിനാൽ താങ്കൾ എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം കൽപ്പിക്കുന്നതല്ല, പിന്നെയോ താങ്കൾക്ക് വേണ്ടി അവൻ ചെയ്തതിനെ 100% വിശ്വസിക്കുന്നതാണ്. അതിനോടുള്ള താങ്കളുടെ പ്രതികരണമാണ് താങ്കളെ രക്ഷിക്കുന്നത്. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യേശു തന്നെത്താൻ ഒഴിച്ചു എന്ന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യേശു അവൻ്റെ ദൈവത്വം തന്നെത്താൻ ഒഴിച്ചു വെച്ചു എന്ന് ചിലർ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നത് വചനം ജഡമായി തീർന്നു എന്നാണ്. മറിയയുടെ മടിയിലിരുന്ന ആ ശിശു ദൈവമാണ്. അവൻ 99.9% ദൈവമല്ല, അവൻ 100% ദൈവമാണ്. എന്നാൽ പിന്നെ എന്താണ് അവൻ ഒഴിച്ചു വെച്ചത്? ദൈവത്വത്തിൻ്റെ ചില വിശേഷതകൾ അവൻ ഒഴിച്ചു വെച്ചു. അവൻ തൻ്റെ മഹത്വം മാറ്റിവെച്ചു. അവൻ മഹിമയുടെ കർത്താവാണ്. എന്നാൽ അവൻ ലോകത്തിൽ വന്നപ്പോൾ തൻ്റെ മഹത്വം മാറ്റിവെച്ചു. എന്നാൽ ഇപ്പോൾ അവൻ സ്വർഗത്തിൻ്റെ മഹിമയിലേക്ക് മടങ്ങുവാൻ തയ്യാറായിരിക്കുന്നു. യേശു തൻ്റെ സ്വന്തം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നു, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവരായിരുന്നു.
നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചും ഇരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം എന്ന് 2-ാം വാക്യത്തിൽ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് നീ അവരെ എനിക്ക് തന്നു എന്ന് 6-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ളവർ എന്ന് 9-ാം വാക്യം, നീ എനിക്ക് തന്നിരിക്കുന്ന എന്നത് 11-ാം വാക്യം, നീ എനിക്ക് തന്നിരിക്കുന്നവർ എന്ന് 12-ാം വാക്യം. തെരഞ്ഞെടുപ്പിൻ്റെ മഹത്തായ ഉപദേശങ്ങളെ ഇവിടെ നാം കാണുന്നു. യേശു പിതാവിനോട് അതിനെക്കുറിച്ച് സംസാരിക്കും. അതൊരു രഹസ്യ സംഭാഷണമായിരുന്നുവെങ്കിലും അത് തൻ്റെ ശിഷ്യന്മാർ കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് യേശു ആഗ്രഹിച്ചു. അതെ, തെരഞ്ഞെടുപ്പിനെ പറ്റി അധികം നമുക്കറിയില്ല, കാരണം അത് ദൈവത്തിൻ്റെ ഭാഗത്തുള്ള കാര്യമാണ്. ദൈവത്തിന് അറിവുള്ളതും എന്നാൽ നമുക്ക് അറിയാൻ പാടില്ലാത്തതുമായ അനേകം കാര്യങ്ങളുണ്ട്. ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നതും യേശു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പിതാവിനോട് പക്ഷപാതം ചെയ്യുക എന്ന് പറയുന്നതും മനോഹരമായ കാര്യമത്രേ. അതേ സുഹൃത്തെ, താങ്കൾ കർത്താവിൻ്റെ വകയാകുന്നുവെങ്കിൽ അവിടുന്ന് ഇന്ന് താങ്കളെക്കുറിച്ച് പിതാവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? തൻ്റെ സ്വന്തമായിട്ടുള്ളവരും കർത്താവായ യേശുവുമായി വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ളൊരു ബന്ധമുണ്ട്. അവർ പിതാവിൻ്റെ വകയായിരുന്നു. യേശുക്രിസ്തുവിനെ നൽകിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എത്ര ഉന്നതമാകുന്നു എന്ന് നാം പ്രത്യേകം ചിന്തിക്കണം. നീ 7-8 വാക്യങ്ങളിൽ നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. കർത്താവ് അവർക്ക് പിതാവിൻ്റെ വചനം നൽകി. അവൻ അവർക്ക് വസ്തുവകകളോ പണമോ വണ്ടിയോ അതൊന്നുമല്ല നൽകിയത്. പിന്നെയോ അവൻ അവർക്ക് പിതാവിൻ്റെ വചനം കൊടുത്തു എന്നത് പ്രധാനപ്പെട്ട വസ്തുതയത്രേ. താൻ പിതാവിങ്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഈ ശിഷ്യന്മാർ വിശ്വസിക്കുന്നു എന്ന് യേശു ഇവിടെ സാക്ഷ്യം പറയുന്നു. യേശു ആരെന്ന് അവർ അറിഞ്ഞിരുന്നു. അവൻ വന്നതിൻ്റെ ഉദ്ദേശവും അവൻ്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അവർക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിലും യേശുവിനോടുകൂടി ഉണ്ടായിരുന്ന 3 വർഷക്കാലത്തിൽ ഇടയിൽ അവർ അവനെക്കുറിച്ചുള്ള അറിവിൽ വളരെ മുന്നേറിയിരുന്നു എന്നതാണ് വാസ്തവം. യേശു ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്നും ദൈവം അവനെ അയച്ചിരിക്കുന്നു എന്നും അവർ വിശ്വസിച്ചിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി എത്രയും ഞാൻ അപേക്ഷിക്കുന്നത് എന്ന് 9-ാം വാക്യത്തിൽ നാം കാണുന്നു. യേശുക്രിസ്തു ഇന്ന് ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടാനിടയുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമല്ല. ഈ വാക്യത്തിൽ യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടി അല്ല എന്നത്രേ. യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ ശുശ്രൂഷ ലോകത്തിൽ തൻ്റെ സ്വന്തമായിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. അവൻ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അവൻ ലോകത്തിനു വേണ്ടി മരിച്ചു. അതിൽ പരമായി ലോകത്തിനു വേണ്ടി അവൻ എന്താണ് ചെയ്യേണ്ടത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുന്നതിന് അവൻ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു. യേശുക്രിസ്തു തൻ്റെ സ്വന്തം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായി നാം കാണും. ഇനിയും 11-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. 2 കാര്യങ്ങൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. നാം കാക്കപ്പെടേണ്ടതിന് അവൻ പ്രാർത്ഥിക്കുന്നു. നീ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കൊണ്ടും നിന്റെ രക്ഷകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കിയാലുമാണ് നീ കാക്കപ്പെടുന്നത്. അതേ സുഹൃത്തെ, നാം ഒന്നാകേണ്ടതിന് വേണ്ടിയാണ് രണ്ടാമത് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. വിശ്വാസികളുടെ ഐക്യത്തിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും ഒരു സഭാവിഭാഗത്തിലായിത്തീരേണ്ടതിനോ ഒരു സഭൈക്യ പ്രസ്ഥാനത്തിനു വേണ്ടിയോ അല്ല അവൻ പ്രാർത്ഥിക്കുന്നു. ഇതിനെപ്പറ്റി തെറ്റായ പഠിപ്പിക്കലുകൾ വളരെയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്രേ. ഒന്നാമത്, തൻ്റെ സ്വന്തം ആളുകൾ ഒന്നായി തീരേണ്ടതിന് യേശു പിതാവിനോട് പ്രാർത്ഥിക്കും. അവൻ നമ്മോടോ ഏതെങ്കിലും സഭാ നേതൃത്വത്തോടോ അല്ല പ്രാർത്ഥിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. അവൻ പിതാവായ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി 12-ാം വാക്യത്തിൽ, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു, തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന്. ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. നീ എനിക്ക് തന്നിരിക്കുന്നവർ എന്നിവിടെ പറഞ്ഞല്ലോ. വീണ്ടും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു.
ഇനി 10-ാം വാക്യം, എൻ്റേത് എല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കും. നമ്മുടെ രക്ഷയുടെ പരമമായ ഉദ്ദേശം കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം ഉണ്ടാകുക എന്നതാണ്. ഇസ്കറിയോത്ത യൂദ നാശയോഗ്യനായ വ്യക്തിയാണ്. അവനെക്കുറിച്ച് ഉള്ള പ്രവചനം നിവൃത്തിയായി. ഇനി 13-ാം വാക്യം, ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്കും ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഈ ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. എന്നെ ശ്രദ്ധിച്ച പ്രിയ സുഹൃത്തെ, നാം ഒരിക്കലും അസന്തുഷ്ടരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ജീവിതം സന്തോഷത്താൽ നിറയേണ്ടതിനാണ് അവൻ വന്നത്. അവൻ്റെ സന്തോഷം അവൻ നമുക്ക് നൽകും. 14-ാം വാക്യത്തിൽ, ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. ദൈവവചനം ഇന്ന് ലോകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലോകത്തിലേക്കും ഏറ്റവും വിപ്ലവകരമായ പുസ്തകം വേദപുസ്തകമാണ്. താങ്കൾക്ക് താങ്കളെ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. ക്രിസ്തുവിന് മാത്രമേ താങ്കളെ രക്ഷിപ്പാൻ കഴിയൂ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നതിനാൽ അത് വിപ്ലവാത്മകമാണ്. എന്നാൽ ലോകം അത് കേൾക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. മനുഷ്യഹൃദയങ്ങൾ മലിനപ്പെട്ടിരിക്കുന്നു എന്നതാണ് ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഇനിയും 15-ാം വാക്യത്തിൽ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. നമ്മെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്ന് യേശു പ്രാർത്ഥിക്കുന്നില്ല. ഇന്ന് ലോകത്തിൽ എന്നെയും നിങ്ങളെയും കാത്തു പരിപാലിക്കുന്നതിൻ്റെ മഹത്വം ദൈവത്തിനാണ് ലഭിക്കുന്നത്. ഉൾപ്രാവണത്തെക്കുറിച്ച് അത് വളരെ മനോഹരമായ അവസ്ഥയാണെന്ന് നാം ചിന്തിക്കുന്നു. അപ്രകാരം തന്നെ ആയിരിക്കും. ഉൾപ്രാവണം ദൈവത്തിന് മഹത്വം ഉണ്ടാക്കും എന്ന് നാം ചിന്തിക്കുന്നു. അതും ശരി തന്നെ. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ മഹത്വം ദൈവത്തിനാണുള്ളത്. നാം ഉൾപ്രാവണത്തിനായി നോക്കിപ്പാർക്കും. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, പരിശുദ്ധാത്മാവ് ലോകത്തിൽ ദുഃഖം അനുഭവിക്കുന്നു. അവൻ പറയുന്നു, വരിക എന്ന്. നാമും ഇവിടെ കഷ്ടതയും ദുഃഖവും അനുഭവിക്കാത്ര ചെയ്യുന്നത്. ഇവിടെ 16-ാം വാക്യത്തിൽ, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. ഇതിൻ്റെ അർത്ഥം വിശ്വാസികളായി നാം എത്രമാത്രം മനസ്സിലാക്കുകയോ അത്രയും ദൈവഹിതം നിറവേറ്റുവാനും അവൻ്റെ ഉദ്ദേശം നിവർത്തിക്കുവാനും നമുക്ക് കഴിയും. 17-ാം വാക്യത്തിൽ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമെന്ന് നിന്റെ വചനം സത്യമാകുന്നു. വിശുദ്ധീകരിക്കുക എന്നാൽ വേർതിരിക്കുക എന്നാണ് അർത്ഥം. ഒരു വിശ്വാസി ലോകക്കാരനല്ല, അവൻ വേർപെട്ടവനാണ്. വ്യക്തിയേക്കാൾ പ്രവർത്തനത്തോടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു ജോലിയോടുള്ള നമ്മുടെ സമർപ്പണമാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ദൈവവചനത്താൽ ഒരു വിശ്വാസി വേർതിരിക്കപ്പെട്ടവനാണ്. അതായത് വചനം ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്കായി നിങ്ങളെ തന്നെ വേർതിരിക്കുവാനുള്ള നടത്തിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നു. അവൻ്റെ വചനം അറിയുകയും അതനുസരിക്കുകയും ചെയ്യുന്നതിൽ കൂടി മാത്രമേ നമുക്ക് അവനെ സേവിക്കുവാൻ കഴിയൂ. ഇനിയും 18-19 വാക്യങ്ങൾ, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഒരു സാക്ഷ്യം വഹിപ്പാനായിട്ടാണ് നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. നമ്മോട് ഏകീഭവിപ്പാനായി അവൻ തന്നെ തന്നെ വേർതിരിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ നാം അവനോട് ഏകീഭവിക്കേണ്ടത് ആവശ്യമാണ്. 20-ാം വാക്യം, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. എന്നെയും നിങ്ങളെയും കൂടെ ഉദ്ദേശിച്ചത്രേ യേശു ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അനേക നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. 21-ാം വാക്യം, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നതുപോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. ഈ പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിച്ചു. സഭയ്ക്ക് മൗലികമായൊരു ഐക്യമുണ്ട്. വിശ്വാസികൾ ക്രിസ്തുവിൽ ഒന്നാണ്. സഭ ഒരു ശരീരമാണ്. ഏക ചിന്തയിൽ സഭ മുൻപോട്ട് പോകണം. ഏതൊരു പാപിയും ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്ന നിമിഷം അവൻ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായി തീരും. വിശ്വാസികൾ അപ്രകാരമുള്ള ഐക്യത ലോകത്തിന് വെളിപ്പെടുത്തുമെങ്കിൽ ലോകം ഇന്നത്തേക്കാൾ അധികം ക്രിസ്തുവിനിൽ താല്പര്യം പ്രകടിപ്പിക്കുമായിരുന്നു. എന്നാൽ വിശ്വാസികൾ തമ്മിൽ വെറുക്കുകയും പകയ്ക്കുകയും ചെയ്യുന്നതാണ് ലോകം അധികവും കാണുന്നത്. അതാണ് അവർ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തതിൻ്റെ പ്രധാന കാരണം. 22-23 വാക്യങ്ങളിൽ യേശു പറയുന്നു, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ.
ഞാൻ അവരിലും നീ എന്നിലും. എത്ര മനോഹരമായ കാര്യമാണല്ലേ. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. പിതാവും പുത്രനും തമ്മിൽ നിലനിൽക്കുന്ന ഐക്യതയാണ് ഒരു വിശ്വാസിയും കർത്താവായ യേശുക്രിസ്തുവും തമ്മിൽ ഉണ്ടായിരിക്കേണ്ടതായ ഐക്യത. അതായത് പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവൻ നിന്നെയും സ്നേഹിക്കുന്നു. അതാണ് അർത്ഥം. 24 വാക്യം, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എത്ര മനോഹരമായിട്ടുള്ള അപേക്ഷയില്ലേ. ഇതാകുന്നു ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 25-ഉം 26-ഉം വാക്യങ്ങൾ കൂടി. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. അതെ, കർത്താവിൻ്റെ ആ സ്നേഹം അത് ആസ്വദിക്കുക. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടതിനായി നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനായിട്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. അതിനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.